ഹലോ നമസ്കാരം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ബിസിനസ് പ്ലാൻ പ്രസൻറ്റേഷനിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹൈറിച്ച് എന്ന സൂപ്പർ കൊമേഴ്സ് വെബ്സൈറ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം ഇന്നത്തെ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. കാരണം എല്ലാ വീടുകളും ലോക്കായി കിടക്കുന്ന സമയത്തും ഓൺലൈൻ ഷോപ്പുകളുടെ റണ്ണിങ് കാരണം നമുക്ക് ഇന്ന് പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ ഈ ഒരു ഇൻഡസ്ട്രി കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. പക്ഷേ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലൂടെ അൺലിമിറ്റഡ് ഇൻകം ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ എന്തുകൊണ്ട് മറ്റൊരു മേഖലയെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ ജോബ്, അതുകൂടാതെ എക്സ്ട്രാ മണി നമ്മൾ എന്തുകൊണ്ട് ഏൺ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികമായി വരുന്ന ചിലവുകൾ തന്നെയാണ്. ഈ ചിലവുകളെ നമ്മൾ തരണം ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്തേ പറ്റൂ. അത് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പോൾ അതിന് നമ്മൾ ഞാൻ ഒരു ചെറിയൊരു ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന തിയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എംപ്ലോയി, സെൽഫ് എംപ്ലോയി, ബിസിനസ്മാൻ ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. നമുക്കറിയാം സാധാരണക്കാരിൽ ഒരുപാട് ആളുകളുള്ളത് എംപ്ലോയി ആൻഡ് സെൽഫ് എംപ്ലോയീസ്. 90% ആളുകളും അല്ലെങ്കിൽ 95% ആളുകൾ ഈ ഒരു കാറ്റഗറിയിലാണ്. ഇവർക്ക് ലിമിറ്റഡ് ഇൻകമാണ്, ലിമിറ്റഡ് സമയമാണ്. കാരണം അവർ സമയം എത്ര ചിലവഴിക്കുന്നു അതിനനുസരിച്ചാണ് ഇൻകം. പക്ഷേ ബിസിനസ്മാൻമാരും ഇൻവെസ്റ്റേഴ്സും അവർ കോടീശ്വരന്മാരാണ്. അവരെപ്പോലെ നമുക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. പക്ഷേ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആ കാറ്റഗറിയിലേക്ക് മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത്. ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ടച്ച് ചെയ്തുകൊണ്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ക്ലബ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു വൻ റെവല്യൂഷൻ സൃഷ്ടിക്കാൻ പോകുന്നത്. ബില്യനേഴ്സിന്, ആയിരക്കണക്കിന് മില്യനേഴ്സിനും ബില്യനേഴ്സിനും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു 2025 കൂടിയിട്ട് വലിയൊരു റെവല്യൂഷൻ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു ഓൺലൈൻ ഷോപ്പിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആക്റ്റീവായി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, ഒരുപാട് പേർക്ക് നമുക്ക് ഈ അവസരം എത്തിക്കാം. അപ്പോൾ അതിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി നമുക്ക് എല്ലാവർക്കും അറിയാം, ലീഗലായിട്ട് നമ്മുടെ ഗവൺമെൻറ് അംഗീകരിച്ച ഒരു ഇൻഡസ്ട്രിയാണ്. നാളെ കുറച്ച് 1-2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും, ഒരു ഓൾ ഓവർ ഇന്ത്യയിൽ ഒരു 50% അബോ ആളുകളും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരും എന്നാണ് എക്കണോമിസ്റ്റുകളുടെ പ്രഡിക്ഷൻ വരുന്നത്. ഇന്ന് ഇതിൻ്റെ പ്രാഥമിക തുടക്ക സമയമാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ കയറി നിന്നിട്ട് നമ്മൾ വഴി വെട്ടി മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടത്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒരു ഒരുപാട് ഹൈറ്റ്സിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരുപാട് പേർക്ക് വഴി കാണിച്ചു കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഒരുപാട് കോടീശ്വരന്മാരെ നമുക്കും സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. USA ഈ ഒരു ബിസിനസ് അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 കോടി ജനങ്ങളുള്ള അവിടെ 2,12,550 കോടിയുടെ ടേൺ ഓവർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ 132 കോടി ജനങ്ങളുണ്ട്. പക്ഷേ 7,800 കോടിയുടെ ടേൺ ഓവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധ്യത അത്രയും ഉണ്ട് ഇന്ത്യയിൽ. എക്കണോമിസ്റ്റുകളുടെ പ്രൊഡിക്ഷൻ പ്രകാരം 64,500 കോടിയിലേക്കാണ് 2025 ഇന്ത്യ ചേക്കേറാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത്രയും ഒരു വലിയ ബൂമിങ്, ഇതിലേറെ സംഭവിക്കാനാണ് സാധ്യത. അതിൽ 90% ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്നാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ ഇൻഡസ്ട്രിയിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ഒരുപാട് കമ്പനികളുണ്ട്, കുറച്ചൊന്നുമല്ല, ആയിരക്കണക്കിന് കമ്പനികളുണ്ട്. നമ്മുടെ കേരളം ബേസ് ചെയ്തിട്ട് കുറഞ്ഞ കമ്പനികളുള്ളൂ. കാരണം കേരളത്തിലാണ് ഏറ്റവും ലീഗാലിറ്റി ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ കേരളത്തിലാണ് ഹെഡ് ഓഫീസ് വരുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലേക്ക് നമുക്ക് വരാം. ഹെഡ് ക്വാർട്ടർ വന്നിട്ട് തൃശ്ശൂരാണ്, നടത്തറയിലാണ് ഹെഡ് ഓഫീസ് വരുന്നത്. അപ്പോൾ കമ്പനി സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ട് ചെയ്ത് 2016 ഓഗസ്റ്റിലാണ്. പക്ഷേ വളരെ ചെറിയ രീതിയിൽ ചെറിയൊരു ഫേമായിട്ട് ചെറിയൊരു ഓഫീസിൽ സ്റ്റാർട്ട് ചെയ്തപ്പം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 2020 മെയ് മാസമായപ്പോഴേക്കും ഏകദേശം 13 വെയർ ഹൗസുകൾ പല ജില്ലകളായി സ്റ്റാർട്ട് ചെയ്തു. ഇതുകൂടാതെ നമ്മുടെ കമ്പനിയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് 2020 മാർച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം 100-ലധികം വെയർ ഹൗസുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ലോക്ക്ഡൗൺ വന്നിട്ട് പോലും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ വെയർ ഹൗസുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എൻക്വയറീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഹൈറ്റ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഹൈറ്റ്സിൽ എന്താണ് പ്രൊഡക്ട്സ്, എന്താണ് നമ്മൾ മാർക്കറ്റ്, നമ്മളൊന്നും മാർക്കറ്റ് ചെയ്യേണ്ട ഇവിടെ. ഒന്നും നമ്മൾ ബാഗും തൂക്കി നടക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ കയ്യിൽ മൊബൈലും നമുക്ക് ഒരു ഗഡ്സും ഉണ്ടെങ്കിൽ നമുക്കിതിൽ വിജയിക്കാൻ പറ്റും. നമ്മൾ ഹൈറിച്ചിലെ പ്രോഡക്റ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രോസറിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ടെക്സ്റ്റൈൽ വരുന്നുണ്ട്, ബ്യൂട്ടി ആൻഡ് ഹൈജീൻ, കിച്ചൺ ആക്സറീസ്, ഫാമിലി കെയർ, സ്നാക്സ് ആൻഡ് ചോക്ലേറ്റ്സ്, എല്ലാ ഐറ്റം, ഈവൻ പിൻ ടു പ്ലെയിൻ ആണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്.
നാളെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എന്തൊക്കെ അവൈലബിൾ ആണോ ഹൈൽസ് ഓൺലൈൻ ഷോപ്പിലും അത് അവൈലബിൾ ആവും. അങ്ങനെ അവൈലബിൾ ആകുമ്പോൾ നമുക്ക് ഹ്യൂജ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി തരുന്നത്. ഹൗ ടു ബിക്കം എ പ്രിവിലേജ്. നമ്മൾ ഹൈൽസ് ഓൺലൈൻ ഷോപ്പിൽ കസ്റ്റമർ ആവുക എന്നുള്ളത് ഫ്രീ രജിസ്ട്രേഷനാണ്. ഒരു സ്പോൺസർ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്ന ഐ ഡി വെച്ച് നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും, നിത്യോപയോഗ സാധനങ്ങൾ വേണമെങ്കിലും വില കുറവിൽ നമുക്ക് വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വില കുറവ് കിട്ടും, സമയലാഭം കിട്ടും, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കറണ്ട് ബില്ല് നമ്മൾ വീട്ടിലിരുന്ന് അടച്ചു കഴിഞ്ഞാൽ KSIBയിൽ പിന്നെ പോയി നമ്മൾ ക്യൂ നിൽക്കാറില്ല. അതേ ഓപ്ഷനാണ് നമ്മുടെ ഹൈൽസ് ഓൺലൈൻ ഷോപ്പിൽ നമ്മൾ ഒരു വട്ടം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് അതിൻ്റെ കസ്റ്റമറായിട്ട് മാറും. റെഗുലറായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയ ആളുകൾ കമ്മീഷൻ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരുപാട് മെമ്പേഴ്സ് നമ്മൾ ഹൈൽസ് ഓൺലൈൻ ഷോപ്പിലേക്ക് ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്യാനുള്ളൊരു ഗഡ്സ് മാത്രം കാണിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമർ ആവാൻ ഫ്രീ ആണ്. പക്ഷേ നമ്മൾ ആക്ടിവേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ബിസിനസ് മാൻ ആയിട്ട് നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ ഒരു 750 റുപ്പീസിൻ്റെ അല്ലെങ്കിൽ അതിൽ അബോവ് വരുന്ന ഏതെങ്കിലും ഒരു ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഗിഫ്റ്റായിട്ട് സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അതിന് പുറമെ നമ്മുടെ ID ആക്ടിവേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും നമ്മൾ റെഫർ ചെയ്യുന്നതിലൂടെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാനുള്ള അവസരം. കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് പുച്ഛം വരെ തോന്നാം. കാരണം 750 റുപ്പീസ് 750 രൂപയ്ക്ക് എന്ത് ലക്ഷങ്ങൾ അവിടെ സമ്പാദിക്കാൻ പറ്റുക. പക്ഷേ ഇന്ന് ഒരു 1.5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ ഇന്ന് ലക്ഷങ്ങൾ മന്ത്ലി ഏൺ ചെയ്യുന്നുണ്ട്. അതിൽ ഒരാളാണ് ഞാനും. അപ്പോൾ അതുകൊണ്ട് ഫുൾ കോൺഫിഡൻ്റിൽ എനിക്ക് പറയാൻ പറ്റും ഹൈൽസ് ഓൺലൈൻ ഷോപ്പി ഈസ് എ ബിഗ് പ്രോജക്റ്റ്, ലൈഫ് ചേഞ്ചിങ് പ്രോജക്റ്റ് എന്നുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് ബെനിഫിറ്റ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഡിസ്കൗണ്ടാണ് ഹൈൽസ് ഓൺലൈൻ ഷോപ്പി. മാർക്കറ്റിൽ അവൈലബിൾ ആയ എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓൺലൈൻ പർച്ചേസ് ആണ്, ഹോം ഡെലിവറി, ക്യാഷ് ഓൺ ഡെലിവറി, ഈസി റിട്ടേൺ പോളിസി, ഓൾ മേജർ ബ്രാൻഡ്സ്, അതായത് ലക്സ്, കോൾഗേറ്റ്, ക്ലോസപ്പ്, ബൂസ്റ്റ്, ഹോർലിക്സ് എല്ലാം അവൈലബിൾ ആണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഈസ് ദ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഹൈൽസ് ഓൺലൈൻ ഷോപ്പിൽ. നമുക്കറിയാം ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇൻകങ്ങളുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന ഇൻകമാണ് റീപർച്ചേസ് ഇൻകം. റീപർച്ചേസ് ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് റെഫർ ചെയ്യാം. ജസ്റ്റ് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. ലക്സസ് സോപ്പ് അല്ലെങ്കിൽ ക്യൂട്ടി സോപ്പ്, ഇത് ഹൈൽസ് ഓൺലൈൻ ഷോപ്പിൽ മാർക്കറ്റ് ചെയ്യുന്ന വില 18 രൂപയാണ്. ഈ ലക്സസ് സോപ്പ് ഷോപ്പിൽ പോയിട്ട്, റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഇത് 20 രൂപക്കാണ് കിട്ടുന്നത്. ഹൈപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോൾ 19 രൂപക്കും കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ റീറ്റെയിലിനെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ റീറ്റെയിൽ ഷോപ്പിന് സമയത്തോളം 2 രൂപ ഡിസ്കൗണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്നെ സമയത്തോളം എന്നെ പരിചയപ്പെടുത്തി നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കെയർ ഓഫിൽ നിങ്ങളുടെ സ്പോൺസർ ID വെച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ലെവൽ മെമ്പറാണ് ഞാൻ. എൻ്റെ കെയർ ഓഫിൽ എത്ര 100 1000 മെമ്പേഴ്സ് ഡയറക്റ്റ് ഞാൻ കൊണ്ടുവന്നാലും ഈ 1000 മെമ്പേഴ്സും നിങ്ങൾക്ക് സെക്കൻഡ് ലെവലും എനിക്ക് ഫസ്റ്റ് ലെവൽ മെമ്പേഴ്സുമാണ്. കാരണം ഇത് പറയാൻ കാരണം ഓരോ ലെവലിലും ഓരോ ഇങ്കാണ് കമ്പനി മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് ഒരു സോപ്പ് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ 2 രൂപ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടി. അതിന് പുറമെ ഒരു സോപ്പിൽ നിന്നും കമ്പനി ഇടനിലക്കാർക്ക് പോകുന്ന ആ ഒരു പൈസയിൽ നിന്ന് 1 രൂപ എക്സ്ട്രാ മാറ്റി വെച്ചു. 1 രൂപ ഒരു ബിസിനസ് വോളിയം എന്ന് പറയും. ഈ 1 രൂപയെ 18 ആളുകൾക്കാണ് കമ്പനി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നെ പരിചയപ്പെടുത്തിയത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് 50% കമ്പനി തരും. 50 പൈസ നിങ്ങൾക്ക് ഞാനൊരു സോപ്പ് വാങ്ങിയാൽ ലഭിക്കും. നിങ്ങളെ പരിചയപ്പെടുത്തിയ 17 ആളുകൾക്കാണ് ബാക്കി 50 പൈസനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് പെർസെൻറ്റേജ് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആൾക്ക് 15%, 15 പൈസ, അയാളെ പരിചയപ്പെടുത്തിയ ആൾക്ക് 10 പൈസ, 10%, അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ 1 രൂപേനെയാണ് കമ്പനി എന്ത് ചെയ്യുന്നത് 18 ലെവലിലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ചെറിയൊരു പെർസെൻറ്റേജ്, പക്ഷേ പല തുള്ളി പെരുവെള്ളം എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വീട്ടിലേക്കൊക്കെ പർച്ചേസ് ചെയ്യുന്ന 8000-നോ 10,000-നോ പർച്ചേസ് ചെയ്യുമ്പോൾ 500ഓളം രൂപ കമ്പനി മാറ്റി വെക്കും. 500ഓളം രൂപയിൽ ഡയറക്റ്റ് റെഫർ ചെയ്ത ആൾക്ക് 50%. ഒന്നും വേണ്ട, ഒരു കസ്റ്റമറുടെ അടുത്ത് 100 രൂപ കിട്ടിയാൽ പോലും നമ്മുടെ കയ്യിൽ സിമ്പിളായിട്ട് 1000 മെമ്പേഴ്സിന് ഈ ബിസിനസ് അവസരം എത്തിക്കാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയത് ഡയറക്റ്റ് എത്തിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ത്രൂ വരുന്ന ബിസിനസ് അത് അൺലിമിറ്റഡ് ആണ്. നമ്മൾ ഒരാളോട് പറഞ്ഞാൽ അയാളുടെ കണക്ഷൻസ് നമുക്ക് നമ്മുടെ മൈൻഡിൽ ഒതുക്കാൻ പറ്റില്ല. കാരണം അത്രയും വൈഡായ കണക്ഷൻസ് ഉണ്ടാവും. അത്രയും കണക്ഷൻസ് നമുക്ക് ബിസിനസ്സാണ്. ഞാൻ അതിലേക്ക് വരാം. 18 ലെവലുകളിലായിട്ടാണ് കമ്പനി ഈ ഒരു ഇൻകം കൊടുക്കുന്നത്. ആ ലെവലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് എൻ്റെ ചെറിയൊരു കാൽക്കുലേഷൻ മാത്രമാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു കാൽക്കുലേഷൻ
നമ്മൾ ഫസ്റ്റ് ലെവലിൽ ഒരു 5,000-നോ 6,000-നോ പർച്ചേസ് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനി ഓരോ പ്രൊഡക്റ്റിലും ₹1 ₹2 വെച്ച് മാറ്റി വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് ഒരു 5% 6% ബിസിനസ് വോളിയം ഉണ്ടാവും. അപ്പോൾ ഒരു ₹300 കമ്പനി മാറ്റി വെച്ചു ഒരാൾ പർച്ചേസ് ചെയ്തപ്പോൾ. ഈ ₹300 ഡയറക്റ്റ് റെഫർ ചെയ്ത ആൾക്ക് 50% കിട്ടും. ഓക്കെ, ₹150 കിട്ടും. ബാക്കി 150 17 ആളുകൾക്ക് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഈ 150 × 10 മെമ്പേഴ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ₹1,500 ഫസ്റ്റ് ലെവലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ ഒരു ₹1,500 എല്ലാ മന്തും ലഭിക്കാനുള്ള സാധ്യത കൂടാനേ സാധ്യതയുള്ളൂ. കാരണം ഇവരെ വീട്ടിൽ എന്തായാലും അരിയും പഞ്ചസാരയും മല്ലിയും മുളകും എല്ലാം തീരും, വീണ്ടും വാങ്ങും, വീണ്ടും നമുക്ക് ഇൻകം ലഭിക്കും, വീണ്ടും വാങ്ങും. പ്രത്യേകിച്ചൊരു മോട്ടിവേഷൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഈ 10 മെമ്പേഴ്സിൻ്റെ കെയർ ഓഫിൽ നാളെ എത്ര മെമ്പേഴ്സ് വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. 10 × 10 ജസ്റ്റ് ഒരു 10 മെമ്പേഴ്സിനെ പോലും അവർ റെഫർ ചെയ്താൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെവലിൽ 100 മെമ്പേഴ്സ് വരും. ഈ 100 മെമ്പേഴ്സും ഇതേ പർച്ചേസാണ് ചെയ്യുന്നത് എങ്കിൽ 15% മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷേ ₹45 വെച്ചിട്ട് 100 മെമ്പേഴ്സിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുക. ഓക്കെ, ₹4,500 നമുക്ക് സെക്കൻഡ് ലെവലിൽ നിന്ന് കിട്ടാനുള്ളൊരു സാധ്യത, റെഗുലറായിട്ട് കിട്ടാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട്. തേർഡ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ 10% കമ്പനി മാറ്റി വെക്കുന്നുള്ളൂ. പക്ഷേ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടും. ഈ 100 മെമ്പേഴ്സിനെ എത്ര പേരെ റെഫർ ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. 1000 മെമ്പേഴ്സ് 10 × 100 1000 മെമ്പേഴ്സ് × 30 10% വരുമ്പോൾ കഴിഞ്ഞ് അതേ ഒരു 5,000-നോ 6,000-നോ അവർ പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ₹30 മാറ്റി വെക്കുന്നത് ചെറിയ എമൗണ്ടാണ്. പക്ഷേ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടിയതുകൊണ്ട് ₹30,000 നമുക്ക് ലഭിക്കുക. ഇത് കൂടാതെ 4,500-ഉം 1,500-ഉം അവരെ പർച്ചേസിൽ നിന്ന് ലഭിക്കും. ഇതേ ഡ്യൂപ്ലിക്കേഷനിൽ അടുത്ത 4th ലെവലിൽ എത്തുമ്പോൾ ₹1,50,000, 5th ലെവലിൽ എത്തുമ്പോൾ 7,00,000, 6th ലെവലിൽ എത്തുമ്പോൾ 75 ലക്ഷമാണ്, 7th ലെവലിൽ എത്തുമ്പോൾ 7 കോടിയാണ്. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. സിമ്പിളാണ്, ബട്ട് ആരോ പറഞ്ഞ പോലെ പവർഫുള്ളാണ്. ഓക്കെ, ഇങ്ങനെ 18 ലെവലിൽ നിന്നായിട്ട് നമുക്ക് ഇത്രയും വലിയ ഹ്യൂജ് ഇൻകം തരാൻ പറ്റുന്ന, കൊടുത്തുകൊണ്ടിരിക്കുന്ന അടിപൊളി ബിസിനസ് അവസരം നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി നമ്മളാണ് യൂസ് ചെയ്യേണ്ടത്. ഇതുകൂടാതെ ഒരുപാട് ഇൻകങ്ങളുണ്ട്. ഫസ്റ്റ് പർച്ചേസ് ബോണസ് ഉണ്ട്. ഇത് എക്സ്ട്രാ ആണ്. നമ്മൾ ബൈനറി കമ്മീഷൻ എന്ന് പറയും. 750 ആൻഡ് എബോ വരുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്നതിലൂടെ നമുക്കൊരു ID ക്രിയേഷൻ ആവുന്നുണ്ട്. ഇതേപോലെ നമ്മൾ 2 സുഹൃത്തുക്കളുടെ ID ക്രിയേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ഇൻകമായിട്ട് പെയർ മാച്ചിങ് ബോണസ് ആയിട്ട് ₹200 ഡെയിലി. ഈ 5,000 വരെ ഒരു ജോഡി മാച്ച് ചെയ്താൽ 200. പക്ഷേ പിന്നെ ടീമിലൂടെ അത് 2 ജോഡിയാവും, 4 ജോഡിയാവും. 2 ജോഡിക്ക് 400, 4 ജോഡിയാവുമ്പോൾ അത് 800. നാളെ 10 ജോഡിയാവുമ്പോൾ അത് 2,000. ഓട്ടോമാറ്റിക് 25 ജോഡിയാവുമ്പോൾ അതെന്തായാലും 5,000-ലെത്തും. 5,000 എത്തിക്കഴിഞ്ഞാൽ അത് സീലിംഗ് ലിമിറ്റാണ്. ഒരു ദിവസം 5,000 വരെ എക്സ്ട്രാ ഇതിലൂടെ ഇങ്ങനെ ഇൻകം നമുക്ക് വേണമെങ്കിൽ ഏൺ ചെയ്യാം. ₹5,000 എന്ന് പറയുന്നത് ചില്ലറ സംഖ്യയല്ല. ഒരു ₹1,50,000 എക്സ്ട്രാ ഇൻകം ഫസ്റ്റ് പർച്ചേസിലൂടെ ഏൺ ചെയ്യാം. നമുക്ക് ഒരു ആൾക്ക് ഇപ്പോൾ കമ്പനിയുടെ ഓഫർ പ്രകാരം 3 ID വരെ ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡെയിലി ₹15,000 വരെ നമുക്ക് ഫസ്റ്റ് പർച്ചേസ് ഇൻകം ഏൺ ചെയ്യാം. എല്ലാ ₹1 നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ 5% ടാക്സ് കിഴിച്ചിട്ടുള്ള എമൗണ്ട് ആവും കിട്ടുക. അപ്പോൾ ഇതുകൂടാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഒരു എക്സ്ട്രാ പാസീവ് ഇൻകം കിട്ടുന്നൊരു ഇൻകം പ്ലാൻ ഉണ്ട്. അതുകൂടാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ തരുന്നുണ്ട്. സ്റ്റോർ ഇൻകം, ഗ്രോസറി സ്റ്റോർ ഇൻകം.